ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ്, അതായത് പൂക്കൾ ഉണ്ടാകുന്ന ചെടികളിൽ നടക്കുന്ന സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചാണ്. ഈ ഒരു ടോപ്പിക്ക് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട 2 ഇൻട്രൊഡക്ഷൻ ക്ലാസ്സുകൾ ഇതിനു മുൻപ് ചെയ്തിരുന്നു. ആ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, അതായത് പ്ലാന്റ്സിലും ആനിമൽസിലും ഉണ്ടാകുന്ന റീപ്രൊഡക്ഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് എന്താണെന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ ഇന്നത്തെ, അതായത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആൻജിയോസ്പേംസ് എന്ന് പറയുന്ന ടോപ്പിക്ക് നോക്കേണ്ടത്. നമുക്കറിയാം, ഒരു ആൻജിയോസ്പേം, അതായത് സപുഷ്പികൾ എന്ന് അറിയപ്പെടുന്ന ഗ്രൂപ്പിലുള്ള പ്ലാന്റ്സിൽ അവരുടെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് അറിയപ്പെടുന്നത് ആ ചെടിയുടെ പൂവ് അല്ലെങ്കിൽ ഫ്ലവർ എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പം സപുഷ്പികളിൽ കാണപ്പെടുന്ന റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്നറിയപ്പെടുന്നത് അതിൻ്റെ ഫ്ലവർ അല്ലെങ്കിൽ പൂവുകൾ എന്ന് അറിയപ്പെടുന്ന ഭാഗമാണ്. ഒരു പൂവിനെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗങ്ങളെ നമ്മൾ ഫ്ലോറൽ വേൾസ് എന്നാണ് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഫ്ലോറൽ വേളുകൾ ഒരു പൂവിൽ 4 എണ്ണമാണ് കാണുന്നത്. ഈ സ്ട്രക്ചറുകൾ, അതായത് ഈ ഒരു പൂവിൻ്റെ ഭാഗങ്ങളെ നമ്മൾ ഫ്ലോറൽ വേൾസ് എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം ഇതിനെ, ഈ 4 ഭാഗങ്ങളെയും ഒരു റിങ് പോലെയാണ് അല്ലെങ്കിൽ ഒരു വേൾ പോലെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന 4 ഫ്ലോറൽ വേളുകൾ എന്ന് അറിയപ്പെടുന്നത് കാലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറുണ്ട്, അതുപോലെ കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം എന്ന് അറിയപ്പെടുന്ന ഭാഗങ്ങളാണ് ഒരു പൂവിൻ്റെ 4 പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഇതിൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് കാണുന്ന ഭാഗങ്ങളാണ് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. ഇനി ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്താണെന്നാണ് നോക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം എന്നാണ് വിളിക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്നത് ആൻഡ്രീഷ്യം അല്ലെങ്കിൽ കേസരപുടം എന്നാണ് വിളിക്കുന്നത്. ഇനി ആൻഡ്രീഷ്യം അഥവാ കേസരപുടം എന്ന് അറിയപ്പെടുന്ന ആ ഒരു സ്ട്രക്ചറിൻ്റെ ഓരോ യൂണിറ്റിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റേമൻസ് അല്ലെങ്കിൽ കേസരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഒരു ഫ്ലവറിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിനെ വിളിക്കുന്നത് കേസരപുടം എന്നാണ്. അതിൻ്റെ ഓരോ യൂണിറ്റിനെയും വിളിക്കുന്നത് സ്റ്റേമൻസ് അല്ലെങ്കിൽ കേസരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇനി ഇതാണ് ഒരു സ്റ്റേമൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു സ്റ്റേമനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണപ്പെടുന്ന താഴേക്ക് ഉള്ള തണ്ടുകൾ പോലെയുള്ള ഈ ഒരു ഭാഗമുണ്ട്. ഇതിനെ നമ്മൾ ഫിലമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഒരു സ്റ്റേമൻ അല്ലെങ്കിൽ കേസരത്തിൽ കാണുന്ന അതായത് ആ കേസരം എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ആ പൂവുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിർത്തുന്ന തണ്ടുകൾ പോലെയുള്ള ഭാഗങ്ങളെ നമ്മൾ ഫിലമെൻ്റ് എന്നാണ് വിളിക്കുന്നത്. ഫിലമെൻ്റ് അല്ലെങ്കിൽ തന്തുകങ്ങൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ തന്തുകം അഥവാ ഫിലമെൻ്റ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ ഏറ്റവും ടിപ്പ് പോർഷനിൽ കാണപ്പെടുന്ന ഈ ഭാഗത്തിനെ വിളിക്കുന്നത് ആന്തർ എന്നാണ് വിളിക്കുന്നത്. അപ്പം താഴേക്കുള്ള ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള തണ്ടുകൾ പോലെയുള്ള ഭാഗത്തിനെ നമ്മൾ തന്തുകങ്ങൾ അല്ലെങ്കിൽ ഫിലമെൻ്റ് എന്ന് വിളിക്കുന്നു. ഫിലമെൻറ്റിൻ്റെ ടിപ്പ് പോർഷനിലുള്ള ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേര് ആന്തർ അല്ലെങ്കിൽ പരാഗി എന്നാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ ഒരു സ്റ്റേമനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേമൻ എന്ന് പറയുന്ന ഈ ഭാഗത്തിൻ്റെ ആന്തർ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പരാഗി എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ലോബുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇതിന് 2 ലോബുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ 2 ലോബുകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പരാഗി എന്ന് പറയുന്ന ഭാഗത്തിനെ ബൈലോബ്ഡ് എന്നാണ് പറയുന്നത്. പരാഗി എന്ന് പറയുന്ന ഭാഗം ബൈലോബ്ഡ് കണ്ടീഷൻ, അതായത് ഇതിന് 2 ലോബുകളാണ് കാണുന്നത്. ഇനി ഈ 2 ലോബുകളിൽ ഓരോ ലോബിനെ നോക്കിക്കഴിഞ്ഞാലും ഓരോ ലോബിൻ്റെ ഉള്ളിലും 2 ചേംബറുകൾ അല്ലെങ്കിൽ 2 അറകൾ നമുക്ക് കാണാൻ സാധിക്കും.
അപ്പം ഒരു ആന്തർ അല്ലെങ്കിൽ ഒരു പരാഗിയെ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ലോബുകളുണ്ട്. അതിലെ ഓരോ ലോബിൻ്റെയും ഇതിൻ്റെ സെൻറ്ററിൽ കൂടി ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ ഇതാണ് ഒരു ലോബ്, ഇതാണ് രണ്ടാമത്തെ ലോബ്. അതിൽ ഓരോ ലോബിൻ്റെയും ഉള്ളിലായിട്ട് നമുക്ക് 2 ചേംബറുകൾ അല്ലെങ്കിൽ 2 അറകളെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ 2 ലോബുകൾ അല്ലെങ്കിൽ 2 തീക്കകൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഈ ചേംബറുകളെ ഡൈതീക്കസ് കണ്ടീഷൻ കാണിക്കുന്നവ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അതായത് ഒരു ആന്തർ അല്ലെങ്കിൽ ഒരു പരാഗിയെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലായിട്ട് മുഴുവൻ 4 അറകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 4 അറകളുടെ ഉള്ളിലായിട്ട് ഉള്ള സ്ട്രക്ചറിനെയാണ് നമ്മൾ 4 മൈക്രോസ്പൊറാഞ്ചിയകൾ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്നാണ് പറയുന്നത്. ഈ മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്ന ഈ 4 ഭാഗങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ട് ഉണ്ടാകുന്ന ഒരു സ്ട്രക്ചറാണ് പോളൻ സാക്ക് എന്ന് പറയുന്നത്. പോളൻ സാക്ക് അല്ലെങ്കിൽ പോളൻ സഞ്ചി എന്ന് പറയുന്ന ഈ ഒരു സഞ്ചിക്കുള്ളിലാണ് നമ്മുടെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന സ്ട്രക്ചറുകളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. നമ്മുടെ റീപ്രൊഡക്ഷന് സഹായിക്കുന്ന പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്ന സ്ട്രക്ചറുകളെ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന സഞ്ചിയാണ് പോളൻ സാക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പം ആൻഡ്രീഷ്യം എന്ന് പറയുന്നതാണ് ഒരു പൂവിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിനെ നമ്മൾ കേസരപുടം എന്ന് പറയുന്നു. അതിൻ്റെ ഓരോ യൂണിറ്റിനെയും നമ്മൾ സ്റ്റേമൻ അല്ലെങ്കിൽ കേസരം എന്ന് പറയുന്നു. ഒരു സ്റ്റേമന് ഒരു തന്തുകമുണ്ട്, അതിൻ്റെ ടിപ്പിലായിട്ട് അതിനൊരു പരാഗിയുണ്ട്. ഒരു പരാഗി നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 ലോബുകളുണ്ട്. ഈ 2 ലോബുകളിൽ ഓരോ ലോബിനും 2 അറകളും കാണപ്പെടുന്നുണ്ട്. ഇങ്ങനെ ടോട്ടൽ അതിന് 4 അറകളാണുള്ളത്. 4 അറകളുടെ ഉള്ളിലായിട്ട് 4 മൈക്രോസ്പൊറാഞ്ചിയും കാണപ്പെടുന്നുണ്ട്. മൈക്രോസ്പൊറാഞ്ചി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് പോളൻ സാക്ക് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം. മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടന എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഈ കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഒരു ആന്തറിൻ്റെ ഉള്ളിലായിട്ട് 4 മൈക്രോസ്പൊറാഞ്ചികൾ കാണുന്നുണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ഇതിൽ 1, ഇത് രണ്ടാമത്തത് മൈക്രോസ്പൊറാഞ്ചി, ഇത് 3, 4 ഇങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയാണ് ഇതിൽ കാണപ്പെടുന്നത്. ഓരോ മൈക്രോസ്പൊറാഞ്ചിയുടെയും സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ വിളിക്കുന്നത് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിവൃതി എന്നാണ് വിളിക്കുന്നത്. ഒരു മൈക്രോസ്പൊറാഞ്ചിയുടെ ഏറ്റവും പുറമേ കാണപ്പെടുന്ന പ്രൊട്ടക്റ്റീവ് ലെയറിനെ വിളിക്കുന്ന പേരാണ് എപ്പിഡെർമിസ് അല്ലെങ്കിൽ ഉപരിവൃതി എന്ന്. ഈ എപ്പിഡെർമിസ് അഥവാ ഉപരിവൃതി എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർ, അതായത് ഒറ്റ ഒരു ലെയർ മാത്രമാണിത് കാണുന്നത്. എപ്പിഡെർമിസിൻ്റെ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന രണ്ടാമത്തെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് എൻഡോതീസ്യം എന്ന് അറിയപ്പെടുന്നത്. എൻഡോതീസ്യത്തിൻ്റെയും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന മൂന്നാമത്തെ പ്രൊട്ടക്റ്റീവ് ലെയറിനെ നമ്മൾ മിഡിൽ ലെയർ അല്ലെങ്കിൽ മധ്യപാളി എന്നാണ് വിളിക്കുന്നത്. ഈ മിഡിൽ ലെയർ അഥവാ മധ്യപാളി എന്ന് അറിയപ്പെടുന്നത് 2 അല്ലെങ്കിൽ 3 നിരകളായിട്ടാണ് കാണുന്നത്. മധ്യപാളി എന്ന് വിളിക്കുന്ന ഈ ഒരു പാളിയുടെ സെല്ലുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് 3 നിരകളിലായിട്ടാണ്. മധ്യപാളിയുടെയും ഉള്ളിലായി കാണപ്പെടുന്ന മറ്റൊരു ലെയറാണ് ടപ്പീറ്റം എന്ന് അറിയപ്പെടുന്നത്. ടപ്പീറ്റം എന്ന് പറയുന്ന ഈ നിരയിലുള്ള സെല്ലുകളുടെ അല്ലെങ്കിൽ ഈ നിരയിലുള്ള കോശങ്ങളുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിലായിട്ട് വളർന്നു വരുന്ന നമ്മുടെ പോളൻ ഗ്രെയിൻസ്. ഈ പോളൻ ഗ്രെയിൻസിന് അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ നൽകുന്ന സെല്ലുകളാണ് ടപ്പീറ്റം എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ടപ്പീറ്റം എന്നറിയപ്പെടുന്ന ഈ സെല്ലിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് ഫംഗ്ഷനാണ്. പോളൻ ഗ്രെയിൻസിൻ്റെ നോർമൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെ നൽകുന്നതാണ് ടപ്പീറ്റം എന്ന് വിളിക്കുന്ന സെല്ലുകളാണ് ഈ പോഷകങ്ങളെ നൽകുന്നത്.
ഈ ടപ്പീറ്റത്തിൻ്റെയും ഉള്ളിലായിട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ സ്പോറോജീനിയസ് ടിഷ്യൂവിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് സ്പോറോജീനിയസ് ടിഷ്യൂ എന്ന് വിളിക്കുന്നത്. സ്പോറോജീനിയസ് ടിഷ്യൂസിന് ഡെവലപ്മെന്റ് നടന്നിട്ട് ഉണ്ടാകുന്ന സെല്ലുകളാണ് മൈക്രോസ്പോർ മദർ സെല്ലുകൾ എന്ന് അറിയപ്പെടുന്നത്. സ്പോറോജീനിയസ് ടിഷ്യൂവിൽ നിന്നും ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് നടന്നിട്ടുണ്ടാകുന്ന സെല്ലുകളാണ് മൈക്രോസ്പോർ മദർ സെൽ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മൈക്രോസ്പോറോജെനിസിസ്. മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ ഫ്രം മൈക്രോസ്പോർ മദർ സെൽ. മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നും പോളൻ ഗ്രെയിൻസ് അഥവാ മൈക്രോസ്പോറുകൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോറോജെനിസിസ്. ഇങ്ങനെ ഉണ്ടായി വരുന്ന പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോറുകൾ എന്ന് പറയുന്നത് ടെട്രാഡ് കണ്ടീഷനിലാണ് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു മൈക്രോസ്പോർ അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിനിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ടെട്രാഡ് കണ്ടീഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്തിൽ 4 സെല്ലുകളാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇവർ 4 പേരുടെ കൂടി ചേർന്നിട്ട് ഇരിക്കുന്ന ഒരു ടെട്രാഡ് കണ്ടീഷനിലാണ് ഒരു പരാഗരേണു അല്ലെങ്കിൽ പോളൻ ഗ്രെയിനിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് നോക്കുന്നത് ഒരു പോളൻ ഗ്രെയിനിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന്. പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പരാഗരേണുക്കൾ അഥവാ മൈക്രോസ്പോറുകൾ എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് മൈക്രോസ്പോർ മദർ സെല്ലിൽ നിന്നുമാണ്. ഇങ്ങനെ ഉണ്ടായി വരുന്ന പരാഗരേണുക്കൾ എന്ന് പറയുന്നത് ആ ചെടിയുടെ മെയിൽ ഗ്യാമറ്റോഫൈറ്റുകളാണ്. ഒരു പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ പരാഗരേണുവിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് 25 മുതൽ 50 മൈക്രോമീറ്റർ വരെ ഡയമീറ്റർ ആയിരിക്കും അതിൻ്റെ സൈസ് ഉള്ളത്. ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പരാഗരേണുവിന് സ്പെറിക്കൽ ഷേപ്പാണ് ഉള്ളത്. എന്നാൽ പല പരാഗരേണുക്കൾക്കും പലതരത്തിലുള്ള മറ്റ് ഷേപ്പുകളും ഓവൽ ഷേപ്പിലൊക്കെയും ഇത് കാണാറുണ്ട്. ഇനി ഈ കൊടുത്തിരിക്കുന്നത് പരാഗരേണുക്കൾ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിൻ്റെ സ്ട്രക്ചർ കുറച്ച് പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഓവൽ ഷേപ്പിൽ സ്പെറിക്കൽ ഷേപ്പിലുള്ള കുറച്ച് സൈസ്, അതായത് ലാർജ് സൈസിലുള്ള പോളൻ ഗ്രെയിൻസിനെ കാണാൻ സാധിക്കും. എന്നാൽ മറ്റു ചിലതിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ സൈസ് ചെറുതായിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ പോളൻ ഗ്രെയിൻസിൻ്റെ സൈസും ഷേപ്പും എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിട്ടുള്ള ഒന്നല്ല. എന്നാൽ ജനറലി നോക്കിക്കഴിഞ്ഞാൽ അവർ സ്പെറിക്കൽ ഷേപ്പിലായിരിക്കും കാണുന്നത്. ഇനി നമ്മളൊരു പരാഗരേണു അല്ലെങ്കിൽ ഒരു പോളൻ ഗ്രെയിനെ നോക്കിക്കഴിഞ്ഞാൽ അതിന് 2 വോളുകൾ ഉണ്ടായിരിക്കും. ഒരു പരാഗരേണുവിൻ്റെ അനാട്ടമി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറമേയുള്ള വോളുകൾ അല്ലെങ്കിൽ ഭിത്തികൾ എന്ന് പറയുന്നത് 2 ഭിത്തികളാണുള്ളത്. അതിൽ ഏറ്റവും പുറമേ കാണുന്ന ഭിത്തിയെ നമ്മൾ എക്സൈൻ എന്നാണ് വിളിക്കുന്നത്. അകമേ ഉള്ള ഭിത്തിയെ നമ്മൾ ഇൻഡൈൻ എന്നുമാണ് വിളിക്കുന്നത്. പുറമേ ഉള്ളതിനെ എക്സൈൻ എന്നും അകമേ ഉള്ളതിനെ നമ്മൾ ഇൻഡൈൻ എന്നുമാണ് വിളിക്കുന്നത്. ഏറ്റവും പുറമേ കാണപ്പെടുന്ന പോളൻ ഗ്രെയിൻ്റെ ഭിത്തിയായ ഔട്ടർ എക്സൈൻ എന്ന് പറയുന്ന ആ ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊളീനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ടാണ്. ഈ സ്പോറോപൊളീനിൻ എന്ന് അറിയപ്പെടുന്ന ഈ സബ്സ്റ്റൻസ് ഡീകെ ഒന്നും നടക്കാതെ ഒരുപാട് നാള് നിലനിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അതായത് ബാക്ടീരിയ, ഫംഗസ് പോലെയുള്ള മൈക്രോ ഓർഗാനിസങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അതുപോലെ അവരുടെ എൻസൈമാറ്റിക് ആക്ഷനെ ഒക്കെ ഓവർകം ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസുകളാണ് സ്പോറോപൊളീനിൻ എന്ന് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ പരാഗരേണുവിന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ട്രക്ചർ കൂടിയാണ് സ്പോറോപൊളീനിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഔട്ടർ ഭിത്തിയായിട്ടുള്ള എക്സൈൻ എന്നറിയപ്പെടുന്ന വോള്. ഇനി സ്പോറോപൊളീനിൻ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക്, അതായത് ഈ പോളൻ ഗ്രെയിൻസിനെ നമുക്ക് ഫോസിൽ രൂപത്തിലും പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതായത് സ്പോറോപൊളീനിൻ എന്ന് പറയുന്നത് പെട്ടെന്ന് നശിച്ചു പോകാതെ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സബ്സ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ ഫോസിൽ രൂപത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഔട്ടർ എക്സൈൻ എന്ന് പറയുന്ന ആ ഭിത്തിയിൽ സ്പോറോപൊളീനിൻ ഇല്ലാതെ കാണപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജേം പോർ എന്നാണ് വിളിക്കുന്നത്. ഈ ജേം പോർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം എന്ന് പറയുന്നത്
ഈ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത്, അതായത് ഈ പരാഗരേണു ജെർമിനേറ്റ് ചെയ്തിട്ട് പരാഗരേണു ഒരു ഫ്ലവറിൻ്റെ, ഒരു പൂവിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ടുള്ള ഗൈനീഷ്യത്തിലുള്ള സ്റ്റിഗ്മ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ പോയി ഇരുന്നതിന് ശേഷം അവിടെ ഇരുന്ന് ജെർമിനേറ്റ് ചെയ്ത് പോളൻ ട്യൂബ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പോളൻ ട്യൂബിലൂടെ ഈ പോളൻ ഗ്രെയിനിൻ്റെ ഉള്ളിൽ ഉള്ള ഗമീറ്റുകളെ ഈ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്തിട്ടാണ് എന്ത് നടക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പം അതിനു വേണ്ടി, അതായത് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ ഈ പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യണം. പോളൻ ഗ്രെയിൻ ജെർമിനേറ്റ് ചെയ്യുന്നത് ഈ ജേം പോർ എന്ന് പറയുന്ന ഭാഗത്തു കൂടിയാണ് ജെർമിനേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പോളൻ ഗ്രെയിൻ്റെ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്സൈൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തിനെ നമ്മൾ സ്പോറോപൊളീനിൻ എന്ന് പറയുന്ന വളരെ കട്ടുകൂടിയ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചുകൊണ്ട് പൊതിഞ്ഞ് സൂക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്പോറോപൊളീനിൻ എന്ന് പറയുന്ന ഒരു ഭാഗത്തു കൂടി ഒരിക്കലും പോളൻ ഗ്രെയിനിന് ജെർമിനേറ്റ് ചെയ്ത് അതിൻ്റെ ഒരു ട്യൂബിനെ നമുക്ക് ജെർമിനേറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് സ്പോറോപൊളീനിൻ എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് ഇല്ലാത്ത ഒരു ഭാഗമാണ് ജേം പോർ എന്നറിയപ്പെടുന്നത്. ഈ ജേം പോർ എന്ന് പറയുന്ന ഈ ഭാഗത്തു കൂടിയാണ് ഇതിൻ്റെ ട്യൂബ് ഉണ്ടായി വരുന്നത്. ഇനി പോളൻ ഗ്രെയിനിൻ്റെ അല്ലെങ്കിൽ പരാഗരേണുവിൻ്റെ ഏറ്റവും അകത്ത് കാണപ്പെടുന്ന വോളിനെ നമ്മൾ വിളിക്കുന്നത് ഇൻഡൈൻ എന്നാണ്. ഇൻഡൈൻ എന്ന് പറയുന്ന ഈ ഒരു ഭിത്തി നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും ഉപയോഗിച്ചിട്ടാണ്. അപ്പം ഔട്ടർ വോൾ നിർമ്മിച്ചിരിക്കുന്നത് സ്പോറോപൊളീനിൻ ഉപയോഗിച്ചിട്ടാണ്. ഇന്നർ വോളായ ഇൻഡൈൻ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും അതോടൊപ്പം പെക്റ്റിൻ എന്ന് പറയുന്ന സബ്സ്റ്റൻസിനെയും ഉപയോഗിച്ചിട്ടാണ്. ഇനി ഈ പോളൻ ഗ്രെയിൻ മെച്ചുറായി കഴിയുന്ന സമയത്ത് ഇതിനകത്തിൽ 2 സെല്ലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഒരു സെല്ലിന് വളരെ സൈസ് കൂടുതലായിരിക്കും. ഇങ്ങനെ സൈസ് കൂടുതലായിട്ടുള്ള സെല്ലിനെ നമ്മൾ വെജിറ്റേറ്റീവ് സെല്ല് എന്നാണ് പറയുന്നത്. ഇനി വളരെ ചെറിയ സൈസിലുള്ള, അതായത് ഒരു സ്മോൾ സൈസിലുള്ള സെല്ലുണ്ട്, അതിനെ നമ്മൾ ജനറേറ്റീവ് സെല്ല് എന്നുമാണ് വിളിക്കുന്നത്. അപ്പം പോളൻ ഗ്രെയിൻ മെച്ചുർ ആകുന്ന സമയത്ത് 2 സെല്ലുകൾ കാണുന്നു. ഇതിൽ വലിയ സെല്ലിനെ വെജിറ്റേറ്റീവ് സെല്ലെന്ന് വിളിക്കുന്നു, ചെറിയ സെല്ലിനെ ജനറേറ്റീവ് സെല്ല് എന്നുമാണ് വിളിക്കുന്നത്. ഇതിൽ ജനറേറ്റീവ് സെൽ, അല്ലെങ്കിൽ ഇതിൽ വളരെ സൈസ് ചെറുതായിട്ടുള്ള ജനറേറ്റീവ് സെല്ലിൽ നിന്നുമാണ് നമ്മുടെ ഗമീറ്റുകൾ ഉണ്ടായി വരുന്നത്. ജനറേറ്റീവ് സെല്ലിൽ നിന്നുമാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നതിന് സഹായിക്കുന്ന 2 മെയിൽ ഗമീറ്റുകൾ ഉണ്ടായി വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഫ്ലവറിൻ്റെ റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ആന്തർ, അതുപോലെ തന്നെ അതിൻ്റെ പോളൻ ഗ്രെയിൻസ്, ഇവയൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.